അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു. അഖ്നൂർ മേഖലയിൽ BSF ക്യാമ്പിന് നേരെ വെടിവയ്പുണ്ടായി. നിയന്ത്രണ രേഖ അബദ്ധത്തിൽ മുറിച്ചുകടന്ന ഇന്ത്യൻ സൈനികനെ പിടികൂടിയതായി പാക് സൈന്യം അറിയിച്ചു. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതിയെ പാക് സർക്കാർ വിളിച്ചുവരുത്തി. ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് പാകിസ്ഥാനും ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് അമേരിക്ക പിന്തുണ നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, നിലവിലെ സാഹചര്യങ്ങൾ, അതിർത്തിയിൽ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ പിടിയിലാകപ്പെട്ട സൈനികന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. സൗമ്യ, 37 രാഷ്ട്രീയ റൈഫിൾസിലെ ജവാനായ മഹാരാഷ്ട്ര സ്വദേശി ചന്ദ് ബാബുലാലാണ് പാകിസ്ഥാന്റെ പിടിയിലായിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നിലവിൽ ഇന്നലെ ഈ ഒരു വാർത്ത ലഭിച്ചതിന് പിന്നാലെ പാക് DGMOയുമായി ബന്ധപ്പെട്ട് ഈ സൈനികനെ വിട്ടയക്കണമെന്നൊരു ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അബദ്ധത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശത്തെ ആളുകളും അതോടൊപ്പം സൈനികരുമൊക്കെ ഈ നിയന്ത്രണ രേഖയും അതിർത്തിയും മറ്റും മുറിച്ചു കടക്കാറുള്ളതാണ്. എന്നാൽ ഈ ധാർമ്മികതയുടെ പേരിൽ ഇരു രാജ്യങ്ങളും ഇരുവരെയും വിട്ടയക്കാറാണ് പതിവുള്ളത്. എന്നാൽ ഈ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മിന്നൽ ആക്രമണം ഇന്ത്യ നടത്തിയതോടെ നിലവിൽ ഈ സൈനികനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇന്ന് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ചേരുന്നുണ്ട്. ഇതിനുശേഷം പാക് സർക്കാരിനോട് ഈ സൈനികനെ എത്രയും വേഗം വിട്ടയക്കണം എന്നൊരു ആവശ്യപ്പെടും എന്നാണ് അറിയുന്നത്. ഇതിൽ ഇനി പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ഇന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഉന്നതതല യോഗം പാകിസ്ഥാനിൽ ചേരുന്നുണ്ട്. ഈ നിലവിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം സംബന്ധിച്ചൊരു റിപ്പോർട്ട് പാക് സൈനിക മേധാവി പാക് പ്രധാനമന്ത്രിക്ക് കൈമാറും. എന്തായാലും ഇന്ത്യക്കെതിരെ തന്നെയാകും ഈ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ ഉണ്ടാകുക. അതിനാൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും വരും മണിക്കൂറുകളിൽ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതേസമയം ഇന്ന് വീണ്ടും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ജമ്മു കാശ്മീരിലെ അഖ്നൂർ മേഖലയിലുള്ള ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി വെടിയുതിർത്തത്. നിലവിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളൊന്നുമില്ല. ഇപ്പോഴും വെടിയുതിർക്കൽ ചില സമയങ്ങളിൽ അവസാനിച്ചിരുന്നെങ്കിലും വീണ്ടും ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഈ അതിർത്തി മേഖലയിൽ പ്രത്യേകിച്ച് പഞ്ചാബിലും മറ്റും 1000 ഗ്രാമങ്ങൾ അടുത്ത് ഗ്രാമപ്രദേശത്തെ ആളുകളെ ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന മുഖ്യമന്ത്രിയോട് നൽകിയിരിക്കുന്നത്. നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ മിന്നൽ ആക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. ഐക്യരാഷ്ട്രസമിതി രക്ഷാസമിതി മുമ്പാകെ അതിർത്തി കടന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഗ്രാമപ്രദേശത്തു നിന്നും മറ്റും ഒഴിപ്പിക്കുന്ന ആളുകളെ പ്രത്യേക ക്യാമ്പുകളിൽ പാർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും കൃത്യസമയത്ത് സൈന്യം തന്നെ ഏർപ്പാടാക്കുമെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അവസാനമായി നൽകുന്ന വിശദീകരണം. സൗമ്യ. മനു, പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഏതാണ്ട് ഈ അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേകിച്ച് പഞ്ചാബിലെ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ സ്കൂളുകൾ അടച്ചിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാജസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ ദില്ലിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ, ഇത്തരം തയ്യാറെടുപ്പുകളൊക്കെ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? തയ്യാറെടുപ്പുകളെല്ലാം സുസജ്ജമായി തന്നെ സൈന്യത്തിനെ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ പ്രത്യേകിച്ച് ആക്രമണ സാധ്യത നടത്താനുള്ള മേഖലകളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെല്ലാം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. BSFന്റെ അതീവ ജാഗ്രതയോടുള്ള സുരക്ഷ നിരീക്ഷണവും മറ്റും പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററിലും മറ്റു സൈനിക തലങ്ങളിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ കൂടുതൽ സൈനികർ കൂടി എത്തി നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതോടൊപ്പം ദില്ലിയിൽ 20 അംഗ NST കമാൻഡോസിനെ ഇന്നലെ മുതലേ ഏത് സമയവും എങ്ങോട്ടേക്കും രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും പുറപ്പെടുവാൻ സജ്ജരായി നിർത്തിയിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇന്നലെ DGMO രൺദീപ് സിംഗ് തന്നെ നിലവിൽ മാധ്യമങ്ങൾ മുമ്പാകെ ഈ മിന്നൽ ആക്രമണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം നൽകിയപ്പോഴേ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ മിന്നൽ ആക്രമണവും മറ്റും ഇനി ഉണ്ടാകില്ല. പക്ഷേ പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിർന്നാൽ അതിന് പ്രത്യാക്രമണം നടത്താനും സൈന്യം സജ്ജരായി തന്നെയാണ് രാജ്യത്തിരിക്കുന്നത്. സൗമ്യ. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ സുസജ്ജമായി തന്നെ ഇരിക്കുകയാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ദില്ലി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ, ഒപ്പം തന്നെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെയും സൈന്യത്തെ വിന്യസിക്കുന്നത് അടക്കമുള്ള നടപടികൾ പൂർണ്ണമായും നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.